നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അസമിന്റെ മധ്യഭാഗത്ത് ഇന്ന് രാവിലെ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായി ഔദ്യോഗിക ബുള്ളറ്റിൻ പുറത്തുവരികയാണ്. ആളപായമോ വസ്തുവകകൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. ഇന്ന് പുലർച്ചെ 4:17 ബ്രഹ്മപുത്രയുടെ തെക്കൻ തീരത്തുള്ള മോറിഗാവ് ജില്ലയിൽ 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം രേഖപ്പെടുത്തിയതെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് പറയുന്നു. മധ്യ അസാമിൽ 26.37 N അക്ഷാംശത്തിലും 92.29 E രേഖാംശത്തിലുമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളായ കാംരൂപ്, മെട്രോപൊളിറ്റൻ, നാഗോൺ, ഈസ്റ്റ് കർബി ആംഗ്ലോങ്, വെസ്റ്റ് കർബി ആംഗ്ലോങ്, ഹോജായ്, ദിമാ ഹസാവോ, ഗോലാഘട്ട്, ജോർഹട്ട്, ശിവസാഗർ, ചരേഡിയോ, കച്ചാർ, കരിംഗഞ്ച്, ഹൈലാകണ്ടി, ദുബ്രി, സൗത്ത് സൽമാര, മംഗച്ചാർ, ഗോൾപാറ ജില്ലകളിലും ആളുകൾ കുലുക്കം അനുഭവിച്ചു. ധാരംഗ്, തമുൽപൂർ, സോണിത്പൂർ, കാരൂപ്, ബിശ്വനാഥ്, ഉദൽഗുരി, നൽഭാരി, ഗജാലി, പാർപേട്ട, ബക്സ, ചിരാങ്, കൊക്രൻസ്, ബോങ്കാവ്, ലഖിപൂർ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. മധ്യപടിഞ്ഞാറൻ അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങളിലും മേഘാലയ മുഴുവനും നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. മധ്യകിഴക്കൻ ഭൂട്ടാൻ, ചൈനയുടെ ചില ഭാഗങ്ങൾ, ബംഗ്ലാദേശ് എന്നിവയും കുലുങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഭൂകമ്പത്തിൽ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഉറക്കത്തിൽ നിന്ന് പ്രദേശങ്ങൾ തുറക്കാൻ നിർബന്ധിതരായി. വടക്ക് കിഴക്കൻ മേഖല ഉയർന്ന ഭൂകമ്പ മേഖലയിലാണ് വരുന്നത്. ഇത് ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാകുന്നു. ഇന്ത്യ പുതിയ ഭൂകമ്പ ഭൂപടവും പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ ഭൂകമ്പ രൂപകൽപ്പന കോഡിന്റെ ഭാഗമായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിച്ച് ഒരു പുതിയ ഭൂകമ്പ സോണേഷൻ ഭൂപടം ഇന്ത്യ പുറത്തിറക്കി. ആദ്യമായി മുഴുവൻ ഹിമാലയൻ മേഖലയെയും പുതുതായി അവതരിപ്പിച്ച ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള സോൺ 6 ഉൾപ്പെടുത്തി എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. ഭൂകമ്പ സാധ്യത വിലയിരുത്തുന്നതിലും പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണിത്. ഇതോടെ രാജ്യത്തിന്റെ 61% പ്രദേശങ്ങളും മിതമായതോ ഉയർന്നതോ ആയ അപകട സാധ്യതയുള്ള മേഖലകളായി. നേരത്തെ സോൺ 4ലും 5ലും വിഭജിക്കപ്പെട്ടിരുന്ന ഹിമാലയൻ ബെൽറ്റിന് ഏകീകൃതമായ വർഗീകരണം ലഭിച്ചു. മുൻപുള്ള ഭൂപടങ്ങൾ, പ്രത്യേകിച്ച് 2 നൂറ്റാണ്ടായി വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാത്ത മധ്യ ഹിമാലയത്തിലെ ദീർഘകാലമായി പൊട്ടാത്ത ഫോൾട്ട് സെഗ്മെന്റുകളിൽ നിന്നുള്ള അപകട സാധ്യത കുറച്ചു കാണിച്ചിരുന്നു. ഇനി എന്തുകൊണ്ട് ഹിമാലയം ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയിൽ വരുന്നു? ഭൂമിയിൽ ഏറ്റവും സജീവമായ ടെക്ടോണിക് കൂട്ടിയിടി അതിർത്തികളിൽ ഒന്നാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പ്ലേറ്റ് പ്രതിവർഷം 5 സെന്റിമീറ്റർ വേഗതയിൽ യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് നിരന്തരം തള്ളിക്കയറുന്നതിനാലാണ് ഹിമാലയം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ ഉൾപ്പെടുന്നത്. ഈ ശക്തമായ ചലനമാണ് ഹിമാലയത്തെ സൃഷ്ടിച്ചതും ഇപ്പോഴും ഉയർത്തുന്നതും. ഈ കൂട്ടിയിടി ഭൂമിയുടെ പുറന്തോടിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് പെട്ടെന്ന് പുറത്തുവിടുമ്പോൾ ശക്തമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. പ്രദേശം ഭൗമശാസ്ത്രപരമായി യുവത്വമുള്ളതാണ്. അതായത് പാറകൾ ഇപ്പോഴും ക്രമീകരിക്കുകയും മടക്കുകളും തകരാറുകളും സംഭവിക്കുകയും ചെയ്യുന്നതിനാൽ പർവ്വതങ്ങൾ പ്രത്യേകിച്ച് അസ്ഥിരമാണ്. മെയിൻ ഫ്രണ്ടൽ ത്രസ്റ്റ്, മെയിൻ ബൗണ്ടറി ത്രസ്റ്റ്, മെയിൻ സെൻട്രൽ ത്രസ്റ്റ് എന്നിങ്ങനെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള നിരവധി പ്രധാന ഫോൾട്ട് സംവിധാനങ്ങൾ ഈ പർവ്വത നിരകൾക്ക് താഴെയായി പ്രവർത്തിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാത്ത നീണ്ട ഭൂകമ്പ വിടവുകളും ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ അളവിൽ ഊർജം ഇവിടെ സംഭരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഹിമാലയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നായി മാറുന്നു. ഹിമാലയൻ ഫ്രണ്ടൽ ത്രസ്റ്റ് വഴി തെക്കോട്ടുള്ള പൊട്ടൽ വ്യാപനം പുതിയ അപ്ഡേറ്റുകളിൽ കണക്കിലെടുത്തിട്ടുണ്ട്. ഇത് മൊഹന്തിനടുത്തുള്ള ഡെറാഡൂൺ പോലുള്ള പ്രദേശങ്ങളിലേക്കും അപകട സാധ്യത വ്യാപിക്കുന്നു. ഫോൾട്ടുകൾ ജനവാസമുള്ള മലയടിവാരങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള പുറം ഹിമാലയത്തെ പുനർവർഗീകരിച്ചാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന്. സോണുകൾക്കിടയിലുള്ള അതിർത്തി പട്ടണങ്ങൾ ഇപ്പോൾ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻഗണന നൽകി കെട്ടിടങ്ങൾ, പാലങ്ങൾ, നഗര പദ്ധതികൾ എന്നിവയ്ക്കും കർശനമായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാൻ ഇത് ആസൂത്രകരെയും എഞ്ചിനീയർമാരെയും നിർബന്ധിക്കുന്നു. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശും ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങൾ എന്നിങ്ങനെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഇന്ത്യൻ യൂറേഷ്യൻ പ്ലേറ്റ് കൂട്ടിയിടിയെ ഈ ഭൂപടം പ്രതിഫലിപ്പിക്കുന്നു.
നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാനും ദുർബലമായ പ്രദേശങ്ങളിലെ വികസനം നിർത്തിവെക്കാനും ഇത് ആവശ്യപ്പെടുന്നു. നഗരവൽക്കരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ ഏകീകരണം പ്രതിരോധ ശേഷിയിലേക്കുള്ള ഒരു ചുവടുവയ്പായി വിദഗ്ധർ പ്രശംസിച്ചു. ഈ പരിഷ്കരണം നൂതന മോഡലിംഗ് വഴി രാജ്യവ്യാപകമായി ദുരന്ത നിവാരണ സജ്ജീകരണങ്ങൾ മാറ്റാൻ നിർബന്ധിതരാക്കുന്നു.